Good morning, all. Today we are discussing the fourth unit of second semester, various dimensions. First topic, it's all about the unit is all about curriculum, its dimensions, principles, and types, something like that. First topic of the topic is various dimensions of curriculum. Various dimensions of curriculum. I think you are all familiar with the topic curriculum and its type and principles of curriculum. So, curriculum is the very word curriculum is the crux of the whole educational process. It is the crux of the whole educational process. Without curriculum, we cannot conceive any educational endeavor. The curriculum, in a literal sense, a pathway towards a goal. It's actually what happens during a course, lecture, demonstration, field visit, the work visit, client, and so on. Curriculum also means a written description of what happens. കരിക്കുലം എന്ന് പറയുന്നത് നമ്മുടെ എഡ്യൂക്കേഷണൽ പ്രോസസ് നടക്കുന്ന ഹോൾ പ്രോസസ്സിനെയാണ്, അല്ലെങ്കിൽ ഹോൾ എഡ്യൂക്കേഷണൽ പ്രോസസ്സിനെയാണ്. അത് വളരെ റിട്ടൺ ആയിട്ട് ഫോർമലായിട്ട് എഴുതപ്പെട്ട ഒരു സംഭവമായിരിക്കും. അത് ലിറ്ററലി ദ വേർഡ് മീൻസ് എ പാത്ത് വേ, എ റോഡ്, ഒരു വഴി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. It's an important element of education. Curriculum is an important element of education. Aims of education are reflected in the curriculum. In other words, the curriculum is determined by the aims of life and society. The term curriculum has been derived from a Latin word career, which means a path or a runway to reach a goal. കരിയർ എന്ന ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് കരിക്കുലം എന്നുള്ള വേർഡ് ഡെറൈവ് ചെയ്തത്. ഇതിന്റെ വഴി അല്ലെങ്കിൽ പാത്വേ, റൺവേ എന്നൊക്കെയാണ് അതിന് ഒരു മീനിങ് എന്ന് പറയുന്നത്. ഇഫ് ദ ടീച്ചർ ഈസ് ദ ഗൈഡ്, ദ കരിക്കുലം ഈസ് ദ പാത്ത്. Curriculum is the total structure of ideas and activities in the process of learning and teaching. There is a famous definition, definition of curriculum given by Cunningham. Curriculum is a tool in the hands of the artist. Your artist is teacher to mold his material students according to his ideals, aims, and objectives in his studio, in his school. Curriculum എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്. ഇറ്റ്സ് എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ആർട്ടിസ്റ്റ്. അധ്യാപകൻ എന്ന് പറയുന്ന കലാകാരന്റെ കയ്യിലുള്ള ഒരു ടൂളാണ്. ടു മൗൾഡ് ഈസ് മെറ്റീരിയൽ. ആ കലാകാരന്റെ കയ്യിലുള്ള മെറ്റീരിയലിനെ മൗൾഡ് ചെയ്തെടുക്കാൻ വേണ്ടി, മെറ്റീരിയൽ സ്റ്റുഡൻസ്, വിദ്യാർത്ഥികളാണ്. അക്കോർഡിംഗ് ടു ഹിസ് ഐഡിയൽസ്, ദാറ്റ് ഇസ് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ്. അദ്ദേഹത്തിന്റെ എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ് അനുസരിച്ച് ഇൻ ഹിസ് സ്റ്റുഡിയോ, അദ്ദേഹത്തിന്റെ സ്റ്റുഡിയോയിൽ വെച്ച്, സ്റ്റുഡിയോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്കൂളിൽ വെച്ച്. സോ കരിക്കുലം ഈസ് എ ടൂൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദ ആർട്ടിസ്റ്റ് ടു മൗൾഡ് ഹിസ് മെറ്റീരിയൽ അക്കോർഡിംഗ് ടു ഹിസ് ഐഡിയൽസ് ഇൻ ഹിസ് സ്റ്റുഡിയോ, given by Cunningham. ഈ ഡെഫിനിഷൻ വളരെ പോപ്പുലർ ആണ്. ഇത് കാണാതെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. Then dimensions, first topic of the syllabus, dimensions of the curriculum. Your syllabus itself gives few three dimensions. സിലബസിൽ തന്നെ 3 ഡയമെൻഷൻ പറഞ്ഞിട്ടുണ്ട്. ആ ഡയമെൻഷൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. Dimension 1, intended or written curriculum. Intended or written curriculum. Intended or written curriculum is the formal or adopted curriculum constructed by a committee formed by the government or any other concerned authority by the following educational policy is the state or concerned authority. ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ കൺസേൺഡ് അതോറിറ്റി അവരുടെ എഡ്യൂക്കേഷൻ പോളിസിക്ക് അനുസരിച്ചുണ്ടാക്കുന്ന റിഫോംഡ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ, കമ്മിറ്റിയുടെയോ ഗവൺമെന്റിന്റെയോ നേതൃത്വത്തിൽ ഗവൺമെന്റിനാൽ നിയമിതമായ ഒരു കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിക്കുലം കൺസ്ട്രക്ട് ചെയ്യുന്നതിനാണ് റിട്ടൺ കരിക്കുലം, ഇന്റൻഡഡ് കരിക്കുലം എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, കേരളത്തിൽ SCERTയുടെ നേതൃത്വത്തിൽ ഒരു കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ടാക്കും. അതിന് നമ്മൾ റിട്ടൺ കരിക്കുലം ഓർ ഇന്റൻഡഡ് കരിക്കുലം എന്ന് പറയും. അതിന് നാഷണൽ ലെവലിലാവുമ്പം NCERT ആണ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്, NCF, KCF
കേരളത്തിലാകുമ്പോൾ കേരള കരിക്കുലം ഫ്രെയിംവർക്ക് ആയിരിക്കും, നാഷണൽ ലെവലിലാകുമ്പോൾ സ്റ്റേറ്റ് നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ആയിരിക്കും, NCERT-യുടെയും SCERT-യുടെയും അണ്ടർലൈൻ. ഇതൊരു റിട്ടൺ ഓർ ഇന്റന്റഡ് കരിക്കുലമാണ്. Then second dimensions, enacted curriculum. Enacted curriculum is the implemented or executed curriculum, the actual experience provide to the learners. ക്ലാസ് അല്ലെങ്കിൽ സ്കൂളിൽ എക്സിക്യൂട്ട് ചെയ്ത കരിക്കുലത്തിനാണ് ഇനാക്റ്റഡ് എന്ന് പറയുക. റിട്ടൺ കരിക്കുലം ആസ് ഇറ്റ് ചിലപ്പോൾ ഇനാക്റ്റഡ് ചെയ്യാൻ പറ്റിക്കൊള്ളണം എന്നില്ല. ദോ യു ഹാവ് ആൻ എക്സലന്റ് റിട്ടൺ കരിക്കുലം, യുവർ എഡ്യൂക്കേഷൻ സിസ്റ്റം മേ നോട്ട് എഫക്റ്റീവ് ആൻഡ് എക്സലന്റ് because the execution of the items included in the written or intended curriculum determines the success of your education system. സോ നല്ലൊരു റിട്ടൺ കരിക്കുലം നമുക്ക് ആവശ്യമാണ്. അപ്പോഴാണ് നമുക്കത് ഇനാക്ട് ചെയ്യാൻ പറ്റുക, അത് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുക. ചിലപ്പോൾ പൂർണ്ണമായിട്ടും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. സോ എക്സിക്യൂട്ട് ചെയ്യുന്ന, നാക്ട് ചെയ്യുന്ന, ഇംപ്ലിമെന്റ് ചെയ്യുന്ന കരിക്കുലത്തിനാണ് ഇവിടെ ഇനാക്റ്റഡ് കരിക്കുലം എന്ന് പറയാം. And the second dimension or level of curriculum called enacted curriculum, it is the most important part of any type of curriculum. ഏത് കരിക്കുലം നമ്മൾ പ്രിപ്പയർ ചെയ്താലും അതിന്റെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഇംപ്ലിമെന്റഡ് കരിക്കുലമാണ്, അല്ലെങ്കിൽ ഇനാക്ട് ചെയ്ത കരിക്കുലം എന്നുള്ളതാണ്. So that is the enacted curriculum, dimension 2. Factors which influence the effective enactment of the curriculum. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് എഫക്റ്റീവ് ആയിട്ടൊരു കരിക്കുലം ഇനാക്ട് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത്. One is policy makers, second one is curriculum materials, third one is school factors, fourth one is community factors, fifth one is teacher factors. There are 5 factors which influence the effective enactment of the curriculum. One is policy makers. ഒരു സ്റ്റേറ്റിനും ഓരോ ഗവൺമെന്റിനും പോളിസി മേക്കേഴ്സ് ഉണ്ടാവും. അത് ഇനാക്ട്മെന്റ് ഓഫ് ദ കരിക്കുലത്തിനെ സ്വാധീനിക്കും. കരിക്കുലം മെറ്റീരിയൽസ്, കരിക്കുലത്തിന് മെറ്റീരിയലുകൾ ഉണ്ടാവും. എന്തൊക്കെ മെറ്റീരിയലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ടീച്ചർ ഹാൻഡ്സ് ബുക്സ്, സോഴ്സ് ബുക്സ് ആൻഡ് അതുപോലെയുള്ള കുറെ അധികം കാര്യങ്ങൾ ഉണ്ടാകും. അത് കരിക്കുലം മെറ്റീരിയൽ, ടെക്സ്റ്റ് ബുക്ക്, ഈ സാധനങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യും എഫക്റ്റീവ് ഇനാക്ട്മെന്റിന്. ദെൻ സ്കൂൾ ഫാക്ടേഴ്സ്, സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചറൽ ഫാക്ടേഴ്സ് ആൻഡ് അതർ എൻവിറോൺമെന്റ് ഓഫ് ദ സ്കൂൾ, ഇതൊക്കെയും എഫക്റ്റീവ് ഇനാക്ട്മെന്റ്. ഫോർ എക്സാമ്പിൾ ICT ബേസ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങൾ കരിക്കുലത്തിൽ, റിട്ടൺ കരിക്കുലത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇനാക്ട്മെന്റിലേക്ക് എത്തണമെങ്കിൽ, ഇംപ്ലിമെന്റിലേക്ക് എത്തണമെങ്കിൽ സ്കൂൾ അതിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവണം. സോ സ്കൂൾ ഫാക്ടേഴ്സ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ കമ്മ്യൂണിറ്റി ഫാക്ടേഴ്സ്, schools are or education system always relate with the community. So community factors are also very important to make the effective influence of the effective enactment, implement of the curriculum. Then teachers factors. Teachers are the very important factors in the effective implement of the curriculum. Quality teachers or skilled teachers should be there to effective implement. നല്ല ടീച്ചേഴ്സ്, നല്ല സ്കിൽഡ് ആയിട്ടുള്ള, ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടറാണ് എനാക്ട്മെന്റ് ഓഫ് ദി കരിക്കുലത്തിൽ. ദെൻ തേർഡ് ആൻഡ് ലാസ്റ്റ് ഡയമെൻഷൻ ഓഫ് ദ കരിക്കുലം ഈസ് റിസീവ്ഡ് കരിക്കുലം. This is the most important phase or level of the curriculum. So it is only given any importance. ഏറ്റവും പ്രധാനപ്പെട്ട, അതേസമയം ഏറ്റവും ഇമ്പോർട്ടൻസ് കുറവ് നൽകപ്പെട്ടിരുന്ന ഒരു കാര്യമാണ് റിസീവ്ഡ് കരിക്കുലം. പക്ഷെ പുതിയ കാലത്ത് നമ്മൾ OBE, ഔട്ട്കം ബേസ്ഡ് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് ഔട്ട്കമ്മിന് കുട്ടികൾ എന്ത് റിസീവ് ചെയ്തു എന്നുള്ളതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം ദ റിസീവ്ഡ് കരിക്കുലം ഈസ് ദ experience of the learners after getting the opportunities to go through the experience provided as part of the enactment of the curricular activities. Curricular activities enact ചെയ്ത ശേഷം കുട്ടികൾ എന്ത് റിസീവ് ചെയ്തു എന്നുള്ളതാണ് റിസീവ്ഡ് കരിക്കുലം കൊണ്ട്, ആ കുട്ടികൾക്ക് എന്തൊക്കെ എക്സ്പീരിയൻസ് കിട്ടി എന്നുള്ളതാണ് റിസീവ്ഡ് കരിക്കുലം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിസീവ്ഡ് കരിക്കുലം ഇനാക്ട്മെന്റിന് ശേഷം, ഇംപ്ലിമെന്റേഷൻ ഓഫ് ദ കരിക്കുലത്തിന് ശേഷം എന്ത് കുട്ടികൾക്ക് കിട്ടി എന്നുള്ള ഒരു ആസ്പെക്റ്റിനാണ്, ആ ഒരു ഡയമെൻഷനെയാണ് നമ്മൾ റിസീവ്ഡ് കരിക്കുലം എന്ന് പറയുന്നത്. Different factors influence these dimensions of the curriculum, such as learner's attitude, learner's aptitude, aspiration of the learner. ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനെ ഈ തേർഡ് ഡയമെൻഷൻസിലെ റിസീവ്ഡ് കരിക്കുലത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥികളുടെ, പഠിതാക്കളുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ മനോഭാവം, അവരുടെ അബിലിറ്റി, ലേണേഴ്സ് ആപ്റ്റിറ്റ്യൂഡ്, ആസ്പിറേഷൻ ഓഫ് ദ ലേണേഴ്സ്, അവരുടെ ലേണേഴ്സിന്റെ ആസ്പിറേഷൻ, ഇതൊക്കെ ഈ ഒരു റിസീവ്ഡ് കരിക്കുലത്തെ എന്ന ഡയമെൻഷൻസിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്.
Then curriculum as a process and practice. അടുത്തൊരു ഷോർട്ട് ടോപ്പിക് ആണ് curriculum as a process and practice. The curriculum essentially is a set of documents for implementation. Curriculum എന്ന് പറയുന്നത് a set of documents for implementation ഉള്ളതാണ്. It's not physical thing, but rather the interaction of teachers. It's not a physical thing, but rather the interaction of teachers, students, and knowledge. In other words, curriculum is what actually happens in the classroom and what people do prepare and evaluate. കരിക്കുലം എന്ന് പറയുന്നത് ഒരു പ്രോസസ്സും ഒരു പ്രാക്ടീസും ആണ്. എന്താണ് ക്ലാസ് റൂമിൽ നടക്കുന്നത്, ആക്ച്വലി നടക്കുന്നത്, അതാണ് ശരിക്കും കരിക്കുലം എന്ന് പറയുന്നത്. കരിക്കുലം ഈസ് വാട്ട് ആക്ച്വലി ഹാപ്പൻസ് ഇൻ ദ ക്ലാസ് റൂം. വാട്ട് ആക്ച്വലി ഹാപ്പൻസ് ഇൻ ദ ക്ലാസ് റൂം, അതാണ് കരിക്കുലം എന്ന് പറയുന്നത്. വാട്ട് പീപ്പിൾ ഡു ടു പ്രിപ്പയർ ആൻഡ് ഇവാലുവേറ്റ്, എന്താണ് കുട്ടികൾ, സ്റ്റുഡൻസ് ആൻഡ് ടീച്ചേഴ്സ് ഡു ടു പ്രിപ്പയർ ആൻഡ് ഇവാലുവേറ്റ്, അതാണ് കരിക്കുലം എന്നതുകൊണ്ട് ആസ് എ പ്രോസസ് ആൻഡ് പ്രാക്ടീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലോറൻസ് സ്റ്റെൻഹൗസ് produced one of the best known exploration of process model of curriculum theory and practice. He defined curriculum tentatively. A curriculum is an attempt to communicate the essential principle and features of an educational proposal in such a form that is open to critical scrutiny and capable of effective translation into practice. ലോറൻസ് സ്റ്റെൻഹൗസ് അദ്ദേഹം ഒരു പ്രോസസ് മോഡൽ ഓഫ് കരിക്കുലം തിയറി ആൻഡ് പ്രാക്ടീസ് മുന്നോട്ട് വെച്ച ആളാണ്. അദ്ദേഹം കരിക്കുലത്തെ പറയുന്നത് ഇറ്റ്സ് ആൻ അറ്റംപ്റ്റ് ടു കമ്മ്യൂണിക്കേറ്റ് ദ എസെൻഷ്യൽ പ്രിൻസിപ്പിൾസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് എൻ എഡ്യൂക്കേഷണൽ പ്രപ്പോസൽ. അതിൽ എഡ്യൂക്കേഷണൽ പ്രപ്പോസലിലെ അതിന്റെ പ്രിൻസിപ്പിളിനെ അതിനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അറ്റംപ്റ്റ് ആണ്, ശ്രമമാണ് കരിക്കുലം എന്ന് പറയുന്നത്. So it's the attempt to process or practice some principles and features of an educational proposal എന്നുള്ളതാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത്. Then curriculum as a process, curriculum as dynamic, ഒരു ഓൺഗോയിങ് ഇന്ററാക്ഷൻ ആയിരിക്കും. കരിക്കുലം ആസ് എ പ്രോസസ് എന്നുള്ള രീതിയിൽ അതൊരു ഓൺഗോയിങ് ഇന്ററാക്ഷൻ ആയിരിക്കും. ഫോക്കസ് ഹൗ ലേണിംഗ് ഓക്കേഴ്സ്, നോട്ട് ജസ്റ്റ് വാട്ട് ഈസ് ടോട്ട്. അവിടെ കരിക്കുലം ആസ് പ്രോസസ് എന്ന ആസ്പെക്ട്സിൽ എങ്ങനെയാണ് ലേണിംഗ് സംഭവിക്കുക എന്നുള്ളതാണ്. വാട്ട് ഈസ് ടോട്ട് എന്നുള്ളതല്ല, എങ്ങനെയാണ് പ്രോസസ് നടക്കുക എന്നുള്ളതിലായിരിക്കും ഇമ്പോർട്ടൻസ്. നമുക്ക് ഈ ഒരു ഡയമെൻഷൻ ആദ്യം നമ്മൾ 3 ഡയമെൻഷൻ പറഞ്ഞു. കരിക്കുലം ആസ് റിട്ടൺ കരിക്കുലം ആൻഡ് ഇനാക്റ്റഡ് കരിക്കുലം, റിസീവ്ഡ് കരിക്കുലം. ഇനി ആ ഡയമെൻഷൻസ് ആയിട്ട് തന്നെ പറയാൻ പറ്റുന്ന 4ാമത്തെയും 5ാമത്തെയും ഡയമെൻഷൻസ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് കരിക്കുലം ആസ് പ്രോസസ്, കരിക്കുലം ആസ് പ്രാക്ടീസ് എന്നുള്ളത്. സോ എംഫസൈസ് ഓൺ ലേണർ പാർട്ടിസിപ്പേഷൻ പ്രോസസ്സിൽ കണ്ടിന്യൂസ് മോഡിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ഫീഡ്ബാക്ക്, ലേണിംഗ് ത്രൂ ഇന്ററാക്ഷൻ ആൻഡ് എക്സ്പീരിയൻസ്. അപ്പോൾ കരിക്കുലം ആസ് എ പ്രോസസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഇത് ആ ലേണിംഗ് പ്രോസസ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഹൗ ദിസ് ഹാപ്പൻസ് എന്നുള്ളതാണ് അവിടെ മാറ്റർ ആവുന്നത്. സോ പാർട്ടിസിപ്പേഷന് വളരെ പ്രാധാന്യമുണ്ട്, ഫീഡ്ബാക്കിന് പ്രാധാന്യമുണ്ട്, ഇന്ററാക്ഷൻ ആൻഡ് എക്സ്പീരിയൻസിലൂടെയാണ് പഠനം അവിടെ നടക്കുക. ആസ് എ പ്രാക്ടീസ് refers to real classroom practices and actions. Includes teaching methods, classroom management, teacher decision. Curriculum is lived and experience, not just written എന്നുള്ളതാണ് പ്രാക്ടീസ് കൊണ്ട് ഉദ്ദേശിച്ചത്. പ്രോസസ് ആൻഡ് പ്രാക്ടീസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതിന് ടോട്ടാലിറ്റി നമ്മൾ ടോട്ടലായിട്ട് പ്രാക്ടീസ് എന്ന് പറയാറുണ്ട്. സിമിലർ ആയിട്ടുള്ള വേർഡാണ്. സോ എനിവേ കരിക്കുലത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ലെവലിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ആസ്പെക്റ്റിനാണ് നമ്മൾ കരിക്കുലം പ്രോസസ് ആൻഡ് പ്രാക്ടീസ് തിയറി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഡയമെൻഷനുമായി ബന്ധപ്പെട്ട് ഫസ്റ്റ് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഐ തിങ്ക് യു ഹാവ് ഗോട്ട് അണ്ടർസ്റ്റുഡ് ദീസ് സ്മോൾ തിങ്സ്.